പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സിനഡാലിറ്റിയെക്കുറിച്ച് ഏറെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചേർച്ച് ഹാസ് ടു ബി സിനഡൽ. ഈ സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരെയും കേൾക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. ചേർച്ച് ഹാസ് ടു ബി എ ലിസണിങ് ചേർച്ച്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ ലൂർദ് സൗഹൃദ വേദി എന്ന് പറയുന്നത്. പൊതുസമൂഹത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സമൂഹവും അതിൽ ഭാഗഭാക്കുകളാകുന്നു, അതിനോട് തുറവിയുള്ളവരാകുന്നു. ആ രീതിയിൽ പൊതുസമൂഹത്തെ നമ്മൾ ശ്രവിക്കുന്നു. അവർക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണ്, നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണ്. ആ സംഭാഷണങ്ങളിലൂടെ സമാധാനപൂർണമായ ഒരു സഹവർത്തിത്വം നമ്മൾ ലക്ഷ്യം വയ്ക്കുകയാണ്. ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ലൂർദ് സൗഹൃദവേദി ഇന്നിവിടെ ആരംഭിക്കുന്നത്. പൊതുവായി നമ്മൾ കാണുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഭിന്നിച്ചു പോകുന്നതാണ്. കോവിഡ് വളരെയേറെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നപ്പോൾ അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്നതായി നമ്മൾ വായിക്കുകയുണ്ടായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കേണ്ടതിന് പകരം നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കാനുള്ള പ്രവണതയാണ് കൂടുക. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു വേദിയായി ഇത് മാറുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കത്തക്ക രീതിയിൽ കലയിലൂടെയും സംസ്കാരത്തിലൂടെയും ഒക്കെ എങ്ങനെ നമുക്ക് ഈ സംഭാഷണം നടത്താം എന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സൗഹൃദ വേദിയാണിത്. നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഡോക്ടർ ശശി തരൂർ സാറിനെ ലഭിച്ചത് വലിയ സന്തോഷമാണ്. അഭിമന്യ പെരുന്തോട്ടം പിതാവ് ഉൾപ്പെടെ ഇന്നിവിടെ സന്നിഹിതനാകാൻ കാരണം ശശി തരൂർ സാറിൻ്റെ കൂടെ സാന്നിധ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം പല കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഈയിടെ ഷെവലിയർ ബഹുമതി കിട്ടിയെന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മൾ ഇത്രയും നാൾ ഓർത്തുകൊണ്ടിരുന്നത് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ കൊടുക്കുന്ന ബഹുമതിയാണ് ഈ ഷെവലിയർ എന്നാണ്. ഒരുപക്ഷെ ശശി തരൂർ സാറിന് സമാനമായ ഷെവലിയർമാരെ കണ്ടെത്തണമെങ്കിൽ കത്തോലിക്ക സഭയിൽ തന്നെ വരണം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഷെവലിയർമാരുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ഒരിക്കലും ഏകാന്തത അനുഭവിക്കുകയില്ല. ധാരാളം ഷെവലിയർമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏതായാലും ഫ്രഞ്ച് ഗവൺമെൻറ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഫ്രാൻസിസ് പാപ്പ കൊടുക്കുമായിരിക്കും അറിഞ്ഞാൽ, ശശി തരൂർ സാറിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ. കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അതിർത്തികളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തെ നമ്മൾ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന അദ്ദേഹം ആദരണീയനായ ഒരു കോൺഗ്രസ് നേതാവാണ്. തോൽവി അറിയാത്ത നമ്മുടെ MP ആണ് കഴിഞ്ഞ 3 ടേമായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം പറയേണ്ട ആളാണ്. അതിലേറെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ ഈ സാഹോദര്യത്തിൻ്റെയും മാനവികതയുടേതുമാണ്. എല്ലാവരോടും ഡയലോഗിൻ്റെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചത്. 22-ാം വയസ്സിൽ മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം നേടി അദ്ദേഹം ആദ്യമേ തന്നെ നമ്മളെ വിസ്മയിപ്പിച്ചു. 22-ാം വയസ്സിൽ PhD എടുത്തയാളാണ്. 23 വർഷം യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം ജോലി ചെയ്തു. ലണ്ടനിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയെ ഹൃദയത്തോട് ചേർത്ത് ജീവിച്ച ഒരു വ്യക്തി. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മൾ ഓർത്ത് അദ്ദേഹം മലയാളം ഒന്നും പറയത്തില്ലായിരിക്കും, ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ ജയിക്കും. പക്ഷേ അവിടെയും നമ്മളെ അദ്ദേഹം വിസ്മയിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഇതുവരെ അദ്ദേഹം ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തായിട്ടില്ല. അദ്ദേഹം ഭാഷയിലൂടെയും ഇടപെടലുകളിലൂടെയും വളരെ ആദരപൂർണമായ നേതൃത്വത്തിലൂടെയും പിന്നീട് അദ്ദേഹം നമ്മുടെ നാടിന് കൊണ്ടുവന്ന ആദരവുകളിലൂടെയും എല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു പരിപാടിക്ക് നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷകരമാണ്. സത്യം പറയുന്നത് ശീലമാക്കിയത് മൂലം ചില കുഴപ്പങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കള്ളത്തരം പറയാൻ വലിയ മടിയായതുകൊണ്ട് രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല ശശി തരൂർ സാർ എന്ന് പറയുന്ന ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല. പക്ഷേ അത് അദ്ദേഹത്തിന് ഒരു വലിയ ബഹുമതി തന്നെയാണ്. ആ ഒരു രീതിയിൽ വളരെ സ്വാഭാവികമായി ഹൃദയത്തിലുള്ളത് അതേപടി പറയാൻ സാധിക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലറിസം അതൊരിക്കലും മതത്തിൻ്റെ നിരാസമല്ല, അത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ്. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, ഹിന്ദി ഭാഷയിൽ സെക്യുലറിസത്തിന് സമാനമായൊരു പദമില്ല. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹിന്ദി ഭാഷയിൽ ഈ സെക്യുലറിസം എന്താണെന്നുള്ളതിന് കൃത്യമായൊരു പദമില്ല എന്ന് നെഹ്റു പറഞ്ഞതായി ഞാൻ വായിക്കുകയുണ്ടായി. നമ്മുടെ ഇവിടെ
നമ്മളെല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും സമമായി കരുതുന്ന ഒരു കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും സാറിനെ കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ഉഴപ്പാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങൾ കാത്തിരിക്കുന്നു അദ്ദേഹത്തെ കേൾക്കാൻ. അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. വലിയ സന്തോഷത്തോടെ ഈ നിറഞ്ഞ സദസ്സിലേക്ക് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സൗഹൃദവേദി തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള വാതായനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.